ഹായ് ലേൺ ഫോർ പീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന ലബോറട്ടറി അറ്റൻഡർ എന്ന പരീക്ഷയിൽ മാത്സിന്റെ ഭാഗം ചോദിച്ച 10 ചോദ്യങ്ങൾ അവിടെ ഉത്തരങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അല്പം ഒന്ന് ഡിലേ ആയി പോയി, ഇപ്പം തിരക്കിലൊക്കെ ആയിരുന്നു. ഇനി അങ്ങോട്ട് മാക്സിമം സ്പീഡിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണക്കിന്റെ ഭാഗത്തും ചോദ്യങ്ങൾ, ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഇല്ലായിരുന്നു ഓപ്ഷൻസിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ അല്പം കുറച്ച് സമയം അല്ലെ കുറച്ചധികം സമയം ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനുവേണ്ടി ചിലവഴിക്കേണ്ടതായിട്ട് എന്ത് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാവുന്ന ഓടിച്ചൊന്ന് നോക്കാം. ഓക്കെ, ആദ്യ ചോദ്യം, തുടർച്ചയായ 5 സംഖ്യകളാണ് എ ബി സി ഡി ഇ. താഴെ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇവിടെ ശരാശരി എന്നാണ്. ഓക്കെ, അപ്പോ ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? എ പ്ലസ് ഇ ബൈ 2 എന്നാണ്. ഓക്കെ, എ പ്ലസ് ഇ ബൈ 2 ഇത് എന്താണ്? ശരിയാണ് കേട്ടല്ലോ. എ പ്ലസ് ഇ ബൈ 2 അത് ആദ്യപദം പ്ലസ് അവസാന പദം അത് തുടർച്ചയായിട്ട് വരുമ്പോൾ കേട്ടല്ലോ. ഓർമ്മിച്ചോളെ, അത് തുടർച്ചയായിട്ടുള്ള പദങ്ങളാണെങ്കിൽ ആദ്യപദം പ്ലസ് അവസാന പദം ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ശരാശരി കിട്ടും. പറയാൻ കേട്ടോ. ഓക്കെ, ശരാശരി കിട്ടും. അതേപോലെ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്കറിയാം. ശരാശരി എന്ന് പറയുമ്പോൾ എന്താണ്? ആകെ തുക ബൈ ആകെ എണ്ണമാണ് അല്ലെ. ആകെ തുക ബൈ ആകെ എണ്ണമാണ് ശരാശരി ആണല്ലോ. ഇവിടെ ഇപ്പോ എ ബി സി ഡി ഇ 5 നമ്പേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ തുകയാണ് പ്ലസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇല്ലേടെ. അപ്പൊ ആകെ തുക ബൈ ആകെ എണ്ണം അത് ശരാശരിയാണെന്ന് നമുക്കറിയാം ആണല്ലോ. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ എന്തായാലും ശരിയാണ്. ഓക്കെ, ഇനി ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോ തുടർച്ച 5 ഒറ്റ സംഖ്യകളല്ലേ. ഞാൻ ഇപ്പോ 1 3 5 7 9 എടുത്ത് 1 3 5 7 9 തുടർച്ചയായിട്ടുള്ള 5 ഒറ്റ സംഖ്യകൾ എടുത്ത് ആണല്ലോ. ഇവിടെ ശരാശരി ഒന്ന് കണ്ടുപിടിച്ച് എന്ത് ഇടാം? നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഭാഗിക്കാം എന്നല്ലോ. എല്ലാം കൂടെ കൂട്ടാണെങ്കിലോ 1 3 4 4 5 എത്ര? 9 9 7 16 16 9 25 ആണല്ലോ. 25 ബൈ എണ്ണം 5 ആണല്ലോ. എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ആകെ തുക ബൈ എണ്ണം ചെയ്താൽ ശരാശരി കിട്ടും, അറിയാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ ആദ്യത്തെ ഓപ്ഷൻ നോക്കിയോ, എ പ്ലസ് ഇ ബൈ 2 എന്നാണ്. ആദ്യ പദം പ്ലസ് അവസാന പദം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒന്നല്ലേ, 1 പ്ലസ് 9 അവസാനത്തല്ലോ ബൈ 2. 1ഉം 9 എത്ര കിട്ടും? 10 കിട്ടും. 10 ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര? 5 ആണ് അല്ലേ. അപ്പോ ആദ്യത്തെ പദവും അവസാനത്തെ പദവും കൂട്ടിയിട്ട് പകുതി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ശരാശരി കിട്ടും കേട്ടല്ലോ. തുടർച്ചയായ പദങ്ങളാണെങ്കിൽ കേട്ടോ, തുടർച്ചയായ 5 ഒറ്റ സംഖ്യകൾ എന്നാണ്, അതുകൊണ്ടാണ് വരുന്നത് കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ ഓർമ്മിച്ചു വേണം. തുടർച്ചയായ പദങ്ങളാണെങ്കിൽ ആദ്യ പദം പ്ലസ് അവസാന പദം ബൈ 2 ചെയ്ത് എന്ത് കിട്ടും? ശരാശരി കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 ഓപ്ഷൻ ശരിയാണ്. മൂന്നാമത്തോ നോക്കി നോക്ക്. ഈ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കിയാൽ മതി. ഇപ്പൊ നമുക്ക് ശരാശരി കണ്ടുപിടിച്ചപ്പോൾ എത്ര കിട്ടി? 5 ആണ് കിട്ടിയല്ലേ. ഈ 5 എന്ന് പറയുമ്പോൾ നടുക്കത്തെ സംഖ്യയല്ലേ ആണല്ലോ, നടുക്കത്താണല്ലോ. അപ്പൊ ഇവിടുത്തെ നടുക്കത്തെ സി അല്ലേ. അപ്പൊ ശരാശരി സിയും ആയിരിക്കാം അല്ലേ. അപ്പൊ 3 ഓപ്ഷൻ ഇവിടെ എന്താണ്? ശരിയാണ് കേട്ടോ. അപ്പൊ തുടർച്ചയായിട്ടുള്ള ഇപ്പൊ 3 പദങ്ങള് 5 പദങ്ങള് 7 അല്ലെങ്കിൽ 11 അങ്ങനെ ഒറ്റ സംഖ്യകൾ വരുന്നെങ്കിൽ കേട്ടല്ലോ, ഒറ്റ സംഖ്യകളാണ് വരുന്നെങ്കിൽ ഇപ്പൊ തുടർച്ചയായ പദങ്ങളുടെ ശരാശരി ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഇപ്പം ഏറ്റവും നടുവിലത്തെ പദമായിരിക്കും അല്ലെങ്കിൽ മധ്യപദമായിരിക്കും കേട്ടോ. ഏറ്റവും മധ്യപദമായിരിക്കും. ഓക്കെ, അപ്പൊ തുടർച്ചയായിട്ടുള്ള ഇപ്പൊ 5 പദങ്ങള് 3 പദങ്ങള് എന്നൊക്കെ തരയാണെങ്കിൽ ആ നടുക്കത്തെ സംഖ്യ തന്നെയായിരിക്കും ഇപ്പം ആവറേജ് ശരാശരി എന്ന് പറയുന്നത്. അത് ഉടനെ ഓർമ്മിച്ചിരിക്കുക കണ്ടല്ലോ. ഓക്കെ, തുടർച്ചയായിട്ടുള്ള 5 പദങ്ങള് അല്ലെങ്കിൽ 7 പദങ്ങള് 3 പദങ്ങള് അങ്ങനെയൊക്കെ വരുമ്പോ ആ നടുക്കുള്ള പദം തന്നെയായിരിക്കും അവിടെ ശരാശരി. ഓക്കെ, ആ പോയിന്റ് ഓർമ്മിച്ചിരിക്കുക. ഓക്കെ, ഇവിടെ 3 കാര്യങ്ങളുണ്ട്, 3 ഓപ്ഷൻസ് ഉണ്ട്. 3 എന്താണ്? ശരിയാണ് കേട്ടല്ലോ. ഓക്കെ, അപ്പോ അടുത്ത രണ്ടാമത്തെ ചോദ്യം ട്രെയിനുമായി ബന്ധപ്പെട്ടാണ്. 250 മീറ്റർ 320 മീറ്റർ നീളമുള്ള എതിർദിശയെ സഞ്ചരിക്കുന്ന 2 തീവണ്ടികളുടെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ 50 കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ്. രണ്ടും പരസ്പരം കടന്നു പോകാൻ എത്ര സമയം വേണ്ടി വരും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ ആകെ ദൂരം നോക്കുക. അതായത് ഈ 2 ട്രെയിനുകളും പരസ്പരം കടന്നു പോകണമെങ്കിൽ അവയുടെ തന്നെ ആകെ നീളം എന്ത് ചെയ്യണം? മറികടന്ന് പോകണം. ഓക്കെ, എന്തോടാ?
രണ്ട് ട്രെയിനുകൾ പരസ്പരം മറികടന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണോടാ, ഈ രണ്ട് ട്രെയിനുകളുടെയും നീളം എന്ത് ചെയ്യണം, അതെന്ത് ചെയ്യണം, അത് മറികടന്ന് പോകണം. ഓക്കെ, അവിടെ ആകെ ദൂരം, ആകെ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുമ്പോൾ ട്രെയിനുകളുടെ എന്ത് തന്നെയാണ്, ആകെ നീളം തന്നെയാണ്. ഇപ്പൊ 250 പ്ലസ് 320 പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 570 കിട്ടും. അപ്പോ മറികടന്ന് പോകണമെങ്കിൽ ഇവ ആകെ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുമ്പോൾ 570 മീറ്റർ ആണ്. ക്ലിയർ ആയോ? ഓക്കെ, അത് ഓർമ്മിക്കാം. ഇനി ആ രണ്ട് ട്രെയിനുകളുടെ വേഗത എത്ര എന്നുണ്ട്, 60 കിലോമീറ്ററിനും 50 കിലോമീറ്ററിനും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആപേക്ഷിക വേഗത എന്താണെന്ന് നോക്കുക. എന്ന് പറയുമ്പോൾ ഈ രണ്ട് ട്രെയിനുകളും സഞ്ചരിക്കുന്നത് എതിർദിശയിലാണ്, ഇല്ലേ? എതിർദിശയിലാണ്. അപ്പൊ എതിർദിശയിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ വേഗത എന്ത് ചെയ്യുക, അവിടെ വേഗതകൾ തമ്മിൽ കുറയ്ക്കുക. സോറി എതിർദിശയിൽ സഞ്ചരിക്കുമ്പോൾ ട്രെയിനുകൾ വേഗത എന്ത് ചെയ്യും, തമ്മിൽ കൂട്ടുക പറഞ്ഞിട്ടല്ലോ. ഓക്കെ, ഓക്കെ, അപ്പൊ എതിർദിശയിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ എന്താ, വേഗത തമ്മിൽ കൂട്ടുക. ഒരേ ദിശയാണെങ്കിൽ എന്ത് ചെയ്യുക, വേഗത തമ്മിൽ കുറയ്ക്കുക. കേട്ടോ, അപ്പൊ രണ്ട് ട്രെയിനുകൾ ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, വേഗത തമ്മിൽ കുറയ്ക്കുക. അതാണ് ആപേക്ഷിക വേഗത എന്ന് പറയുന്നത്. പറഞ്ഞല്ലോ, റിലേറ്റീവ് സ്പീഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഓർമ്മിച്ചോണേ. അപ്പോൾ ട്രെയിനുകൾ ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വേഗത തമ്മിൽ കുറയ്ക്കുക. വിപരീത ദിശയിലാണ് അല്ലെങ്കിൽ എതിർ ദിശയിലാണെങ്കിൽ വേഗത എന്ത് ചെയ്യുക, കൂട്ടുക. ഓക്കെ, അപ്പോൾ ആകെ വേഗത എന്ന് പറയുമ്പോൾ എന്തോ ഇപ്പോ 60ഉം 50ഉം അല്ലേ, എത്ര ഇട്ടാ, 110 കിലോമീറ്ററിന് കിട്ടും. 110 കിലോമീറ്റർ. ഓക്കെ, 110 കിലോമീറ്റർ പെർ അവർ വേഗതയില്ലേ, 110 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഇനി സമയം കണ്ടുപിടിക്കാനായിട്ട് ദൂരം ബൈ വേഗത നമുക്കറിയാലോ. സമയം എന്ന് പറയുമ്പോൾ ദൂരം ബൈ വേഗതയാണ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ദൂരം 570 മീറ്റർ ആണ്, ഓർമ്മിക്കണം. ഡിവൈഡ് ബൈ 110 കിലോമീറ്റർ പെർ അവർ ആണ്. നമുക്ക് അവിടെ ദൂരം മീറ്ററിലും വേഗത കിലോമീറ്റർ പെർ അവറിലും ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം, മാറ്റണം, അല്ലേ? അല്ലടാ, എപ്പോഴും അവിടെ എന്താ, ഇപ്പോ ഒരെണ്ണം മീറ്ററിൽ ഒരെണ്ണം കിലോമീറ്ററിലും ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യണോടാ, രണ്ടും ഒരേ ഇതിലോട്ട് എന്ത് ചെയ്യാം, മാറ്റുക. ഓക്കെ, അപ്പോ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം ആണല്ലോ. അതിനുവേണ്ടി എന്ത് ചെയ്യുക, കിലോമീറ്റർ പെർ അവറിലുണ്ട് മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് 5/18 കൊണ്ട് ഗുണിക്കുക. 5/18 കൊണ്ട്. ഓക്കെ, കിട്ടുമല്ലോ. ഈക്വൽ ടു ഈ 18 മേലിൽ കൊണ്ടോ 570 5/18 നേരെ തിരിച്ചങ്ങിടുക കേട്ടല്ലോ. ഇൻറ്റു 18 മേലിൽ പോയി താഴെ 110 ഇൻറ്റു 5. ഓക്കെ, അത് തിരിച്ചിട്ട് ഗുണിക്കുക വേണ്ടല്ലോ, വിക്രമം കൊണ്ട് ഗുണിക്കുക. ഓക്കെ, അപ്പോ 570/5/18 നേരെ തിരിച്ചും കിട്ടും. അപ്പൊ കിട്ടുമല്ലോ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് 5/18 കൊണ്ട് ഗുണിക്കുക. ഇനി എന്ത് ചെയ്യാം, ഒന്ന് ക്യാൻസൽ ചെയ്യുക. 0 ക്യാൻസൽ ചെയ്ത് 57/18 ഞാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ ആണ്, അല്ലാതെ 57/18 എന്ന് പറയുമ്പോൾ എത്ര, 1026. ഓക്കെ, 1026 കിട്ടും. അപ്പോ 1026 ബൈ 11 × 5 55 കേട്ടല്ലോ. അപ്പോ ഡിവൈഡ് ചെയ്യുക, 18.65 കിട്ടും. 18.65. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ഉള്ളതിൽ 18.6 ഉണ്ടല്ലോ, ഇതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഡിവൈഡ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് ചെയ്ത് തരാം. അപ്പോ 1026 1026 55 ഉണ്ട്. അപ്പൊ ആദ്യം 106 ഒരു പ്രാവശ്യം പോകത്തുള്ളൂ. 55 കുറയ്ക്കുമ്പോൾ 7 9 5 4 6. ഓക്കെ, അപ്പോ 8 പ്രാവശ്യം പോകും. 8 5 40. ഇവിടെ 8 5 40 4 44. ബാക്കി 36. പിന്നെ പോയിന്റ് കൊടുക്കുക 0. 360 6 പ്രാവശ്യം പോകും കേട്ടല്ലോ. 6 5 30 330 എന്ന് പോകും. ഓക്കെ, ഇങ്ങനെ ചെയ്ത് പോവാം കേട്ടല്ലോ. ഓക്കെ, ജസ്റ്റ് ഡിവൈഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോ അപ്പോ ട്രെയിനുകളുടെ ദൂരം ട്രെയിനുകളുടെ ആകെ നീളമുണ്ട് ആണല്ലോ. പിന്നെ രണ്ടും എതിർദിശയാണ് സഞ്ചരിക്കുന്നത്.
അവിടെ വേഗതയുണ്ട് ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യം ആപേക്ഷിക വേഗത കണ്ടുപിടിക്കുക. എതിർ ദിശയാണെങ്കിൽ കൂട്ടുക, ഒരേ ദിശയാണെങ്കിൽ കുറയ്ക്കുക. പിന്നെ വേഗത km/h ആയതുകൊണ്ട് m/s ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, 5/18 കൊണ്ട് ഗുണിക്കുക. ബാക്കി എന്ത് ചെയ്യുക, സമയം കാണാൻ വേണ്ടി ദൂരം ബൈ വേഗതയാണ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, കിട്ടുമല്ലോ. അടുത്ത ചോദ്യം 4/88 4/88 4/88 4/88 4 പ്രാവശ്യം കൂട്ടിയിട്ടുണ്ടല്ലോ, ഈക്വൽ ടു 4k എന്നാണ്. ഇത്രയും ഇതിനാ ഇപ്പൊ എന്ത് ചെയ്യണം, 4 ഇൻറ്റു ഇത്രയും 4 ഇൻറ്റു 4/48 എന്ന് എഴുതി എഴുതാമോ? അത് 4/48 4 പ്രാവശ്യം കൂട്ടിയിട്ടുണ്ട് ആണല്ലോ. ആവർത്തന സങ്കലനമാണ് ഗുണനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 4 പ്രാവശ്യം അവിടെ കൂട്ടിയിട്ടുണ്ട് അല്ലോ. അപ്പൊ 4 ഇൻറ്റു 4/48 എന്ന് എഴുതി. ഓക്കെ, ഈക്വൽ ടു ഇതിന് എന്ത് ചെയ്യാം നമുക്കിനി, 4 എന്ന് പറയുമ്പോൾ 4/1 അല്ലേ. നമുക്കറിയാം a/m ഇൻറ്റു a/n എന്താണ്, a/m+n ആണ് ആണല്ലോ. അവിടെ 4/1 4/48 4/49 എന്ന് കിട്ടും. ഓക്കെ, സോറി 48 അല്ലേ 88 അല്ലേ, സോറിടാ 88 സോറി ഓക്കെ 89 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോ 4/88 അല്ലേ. ഓക്കെ, അപ്പൊ 4/1 ഇൻറ്റു 4/88 എന്നാണ്. അപ്പോ ഇൻറ്റു ചെയ്യുമ്പോൾ 4/89 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുമ്പോൾ എത്ര, 89 ആണ്. അവിടെ 4/88 4 പ്രാവശ്യം ഉണ്ട്. അപ്പൊ 4 ഇൻറ്റു 4/88 എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാം, a/m ഇൻറ്റു a/n ആ ഫോമിൽ കൊടുക്കുക. a/m+n ആണ് കൂട്ടുക. 1+88 എത്രയിടും, 89 എന്ന് കിട്ടും. അപ്പൊ 4/89 ആണ്. അപ്പൊ കെയുടെ വില എത്രയും 89 ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം ഒരല്പം ഒറ്റയാനാകുന്നതാണ്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല, ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ചെയ്യുന്നത് ഈ രണ്ട് അറ്റത്തുള്ള സംഖ്യ ഉണ്ടല്ലോ, അവിടെ വ്യത്യാസം കാണുക. 9ഉം 7ഉം എത്ര വ്യത്യാസം, 2 അല്ലേ. ആ 2ന്റെ സ്ക്വയർ ആണ് എത്ര കിടക്കുന്നത്, അവിടെ 4 കിടക്കുന്നത് ഉണ്ടോ. അതുപോലെ 13 7 കുറയ്ക്കുമ്പോൾ ഇടും 6 അല്ലേ, 6ന്റെ സ്ക്വയർ ആണ് 36. ഓക്കെ, അടുത്ത പോലെ 5 9 വ്യത്യാസം 4 ആണ്, 4ന്റെ സ്ക്വയർ അവിടെ 16 ആണ് വരേണ്ടത്, പക്ഷേ 25 ആണ് ഉള്ളത്. അപ്പൊ അതാണ് ഒറ്റയാൻ. ഇനി മറ്റൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 11 7 വ്യത്യാസം 4 അല്ലേ, സ്ക്വയർ എത്ര 16. അപ്പൊ അത് ശരിയാണ്. ഓക്കെ, അപ്പം സി ആണ് ഇവിടെ ഒറ്റയാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് അറ്റത്ത് വരുന്ന സംഖ്യകളുടെ വ്യത്യാസത്തിന്റെ സ്ക്വയർ ആണ് നടുക്ക് വരുന്നത്. ഓക്കെ, കിട്ടുമല്ലോ. അപ്പോ അടുത്ത ചോദ്യം, ഒരു ദിവസത്തില് ഒരു ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയവും എത്ര തവണ തുല്യമാകുമെന്നാണ്. പണ്ടേക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, സ്ഥിരം കാണുന്ന ചോദ്യമാണ്. എന്താ, ഒരു ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയവും എത്ര തവണ തുല്യമാകുന്നാണ്. 4 പ്രാവശ്യമാണ് തുല്യമാകുന്നത്. ഏതൊക്കെ സമയത്താ, 12 മണിക്ക് അല്ലോ, 12 മണിക്ക് 2 പ്രാവശ്യം, അതുപോലെ 6 മണിക്കും എത്ര 2 പ്രാവശ്യം അല്ലേ. ഇപ്പൊ വെളുപ്പിന് 12 മണിക്ക്, പിന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക് നല്ലോ. ഓക്കെ, പിന്നെ 6 മണിക്ക്, രാവിലെ 6 മണിക്കും വൈകിട്ട് 6 മണിക്കും. അപ്പോൾ ഈ 4 സമയങ്ങളിൽ ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയം എന്തായിരിക്കും, എപ്പോഴും അവിടെ തുല്യമായിരിക്കും. 4 അത്യാവശ്യം കിട്ടിയിട്ടുണ്ടാവും മിക്കവാറും. പിന്നെ അടുത്ത ചോദ്യം ബോട്ട് മാസിന് ബന്ധപ്പെട്ടാണ്. നമുക്ക് പറഞ്ഞ എഴുതിപ്പോ 6 ഇവിടെ ഇൻറ്റു അല്ലേടാ, ഇൻറ്റുവിന് പകരം ഇൻറ്റു എന്ന് വെച്ചാൽ എന്താ പ്ലസിനാ. അപ്പൊ 6+4 മൈനസ് എന്ന് പറയുമ്പോൾ മൈനസ് ചിഹ്നം ഇൻറ്റുവിനാണ് അല്ലോ. അപ്പൊ 4 ഇൻറ്റു 5 പ്ലസ് എന്ന് പറയുമ്പോൾ പ്ലസ് ഹരണം 2. അടുത്ത ബൈ ഹരണം എന്ന് പറയുമ്പോൾ -1. ഓക്കെ, ഇതിലേതാണ് തെറ്റെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാം ചെയ്ത് നോക്കേണ്ടി വരും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ, 6+, അപ്പം നമുക്കറിയാം ബോട്ട് മാസിൽ എന്താ, ആദ്യം ഹരണം ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം നമുക്ക്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഗുണനുണ്ടെങ്കിൽ ഗുണനം ചെയ്യണം, പിന്നെ പ്ലസോ മൈനസോ ഉണ്ടെങ്കിൽ ചെയ്യണം ആണല്ലോ. ആദ്യം ഹരിക്കോണ്ടെങ്കിൽ ഹരിക്കണം, പിന്നെ ഗുണിക്കോണ്ടെങ്കിൽ ഗുണിക്കണം, പിന്നെ എന്ത് ചെയ്യാ, കൂട്ടാൻ കുറയ്ക്കണമെങ്കിൽ ചെയ്യണം. അപ്പൊ ഇവിടെ 5/2 2.5  5/2 5ന്റെ പകരം 2.5 അല്ലേ ആണല്ലോ. 2.5 4 കൊണ്ട് ഗുണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ എഴുതിയാൽ മതി, 6+4 × 5/2 എന്ന് കൊടുത്തു ഞാൻ. ഓക്കെ, -1 ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2ഉം 4ഉം വെട്ടി ചെയ്യാം.
അപ്പൊ എത്ര കിട്ടും? 6 പ്ലസ് 2 ഇൻറ്റു 5 10 മൈനസ് 1. 10 ഓറും 16 16 മൈനസ് 1 15. അപ്പൊ ഇത് ശരിയാണ് കേട്ടോ. അപ്പൊ എഴുതുമ്പോൾ ഇതുപോലെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇൻറ്റു എളുപ്പമായിരിക്കും കേട്ടല്ലോ. 4 ഇൻറ്റു 5 ബൈ മൊത്തം രണ്ടാം കൊടുത്തായി കേട്ടോ. അത് രണ്ടാമത്തെ ഓപ്ഷനിൽ ഇവിടെ 6ന് പകരം ഇവിടെ 5 എന്നേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാം കൂടെ സെയിം ആണ് അല്ലേ. 6ന് ഒരു 5 എന്നേ ഉള്ളൂ. ഇവിടെ 5 പ്ലസ് 10 മൈനസ് 1 വരും കേട്ടോ. 6ന് ഒരു 5 എന്നേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ് കേട്ടോ. വീണ്ടും എഴുതിച്ചേണ്ട കാര്യമില്ല. അപ്പൊ 5 പ്ലസ് 10 മൈനസ് 1 വരും. 5 പ്ലസ് 10 എത്ര? 15 ആണ്. 15 മൈനസ് 1 14 ആണ്. ഇവിടെ 6 ആയി, ഇവിടെ 5 വന്നു. ഒന്ന് കുറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഒന്ന് കുറച്ച് 14 അങ്ങനെ എടുത്താൽ മതി കേട്ടോ. അടുത്തതില് 6 ഇൻറ്റു 4 ബാക്കി എല്ലാം സെയിം ആണ്. ലാസ്റ്റ് 1ന് പകരം ഇവിടെ 2 എന്നേ ഉള്ളൂ കണ്ടോ. ബാക്കിയെല്ലാം സെയിം അല്ലേ? ആണല്ലോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? 6 പ്ലസ് 10 ഈ മൈനസ് 1ന് പകരം ഇവിടെ മൈനസ് 2 ആണ്. അപ്പൊ ഇവിടെ മൈനസ് 2 എന്ന് വരും. അപ്പൊ 6ഉം 10ഉം 16 16 മൈനസ് 2 14. അതും ശരിയാണ്. ഓക്കെ ഓക്കെ. ഇതില് കൊടുത്താ കേട്ടോ. ഇതിൽ മാറ്റി എഴുതിയായി ലാസ്റ്റ്. രണ്ടാമത്തെ ഓപ്ഷനിൽ 6ന് ഒരു 5 ആയിരുന്നു. അത് വെച്ച് എഴുതി. അടുത്ത മൂന്നാമത്തേല് ലാസ്റ്റ് 1ന് പകരം എന്തായിരുന്നു? 2 ആയിരുന്നു. അങ്ങനെ മാറ്റി കൊടുത്താൽ മതി. അടുത്ത നാലാമത്തെ ഓപ്ഷൻ അപ്പൊ ഉറപ്പായിട്ട് എന്തായിരിക്കും? തെറ്റായിരിക്കും ഇല്ലേ? ഓക്കെ, നാലാമത്തെ തെറ്റ്. വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ലാസ്റ്റ് 3 അല്ലേ? ഇവിടെ 6 പ്ലസ് 10 ലാസ്റ്റ് 3 ആണ്. മൈനസ് 3. 6ഉം 10ഉം 16 16 മൈനസ് 3 എത്ര കിട്ടും? 13 എന്ന് കിട്ടും കേട്ടോ. 13 ആണ് വരേണ്ടത് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോ ആൻസർ നമ്മൾ ഡി ആണ്. ഇനി അടുത്തത് 2n മൈനസ് 2n-2 സമം 96 ആയാൽ എന്നിന്റെ വില എത്ര എന്നാണ്. അപ്പൊ ഇവിടെ ഈ 2n മൈനസ് 2n-2 ആണല്ലോ. ഇത് പുറത്തെടുക്കുക കോമൺ ആയിട്ട്. അതായത് ഞാൻ 2n മൈനസ് 2n-2 ഈക്വൽ ടു 96 എന്നുണ്ട്. ഈ രണ്ട് ടേമിൽ നിന്നും 2n-2 പുറത്തെടുക്കുക. n-2 പുറത്തെടുക്കുക. ഓക്കെ, n-2 പുറത്തെടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 2 വരും. അതായത് ഇപ്പൊ 2 നിങ്ങൾ 10 കിടപ്പുണ്ടെന്ന് ചോദിച്ചു. 10 കിടപ്പുണ്ട്. ഓക്കെ, അതിൽ നിന്ന് 2 കുറവുള്ള ഒരു സാധനം പുറത്തെടുക്കുകയാണെങ്കിൽ 2/8 പുറത്തെടുക്കുകയാണെങ്കിൽ ബാക്കി എന്ത് വരും? 2/2 ആയിരിക്കും അവിടെ വരുന്നത്. കേട്ടോ. അതായത് 2/10 നമുക്ക് എന്ത് ചെയ്യാം? 2/8 ഇൻറ്റു 2/2 ഏതാലോ ഇപ്പൊ 2/10 ഇപ്പൊ 15 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2/13 ഇൻറ്റു 2/2 എഴുതാം. ആണല്ലോ. 2 കുറച്ചെടുക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? 2/n എന്ത് ചെയ്യാം? 2n-2 എന്നും 2n എന്ത് ചെയ്യാം? 2n-2 എന്നും 2/2 എന്നും എഴുതാം വേണമെങ്കിൽ. ഓക്കെ, മൈനസ് 2n-2. ഇവിടെ അതായത് ഇതില് 2n-2 ഇൻറ്റു 2/2 എന്ന് പറയുമ്പോൾ a/m ഇൻറ്റു a/n ഫോമിലാണ്. അവിടെയും a/m പ്ലസ് n എന്ന് വരും. അപ്പൊ ഇവിടെ മേലില് n-2 ഉണ്ട്, ഇവിടെ 2 ഉണ്ടല്ലോ. കൂട്ടുമ്പോൾ എന്ത് വരണം? n-2 പ്ലസ് 2 വരുമ്പോൾ എന്താവും? 2 വെട്ടിപ്പോട്ട് n കിട്ടും കേട്ടല്ലോ. ഓർമ്മിച്ചോണേ. അപ്പൊ 2n ഇതുപോലെ ഒന്ന് പിരിച്ചെഴുതുക കേട്ടല്ലോ. അപ്പൊ 2n-2 2 പവർ പുറകോട്ടാണ് എടുക്കുന്നത് കേട്ടല്ലോ. അപ്പൊ 2n-2 ആണ് ഇൻറ്റു 2/2 എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇവിടുന്ന് ഈ 2n-2 2n-2 പുറത്തെടുക്കുക. 2n-2 പുറത്തെടുക്കുമ്പോൾ ഇവിടെ ബാക്കി 2/2 ഉണ്ട്. മൈനസ് ഇവിടെ നിന്നും 2n-2 പുറത്തെടുത്തല്ലോ. ബാക്കിയുടെ 1 വരും. ഒരു സംഖ്യയിൽ നിന്ന് അത് തന്നെ പുറത്തെടുത്താൽ ബാക്കി എത്ര വരും? 1 വരും. ഓർമ്മിച്ചോണം. അപ്പൊ 2n-2 ഇൻറ്റു 2 4 അല്ലേ? 4 മൈനസ് 1 3 എന്ന് വരും. 96. അത് 2n-2 ഈക്വൽ ടു ഈ 3 കൊണ്ട് എന്ത് ചെയ്യാം? ഇപ്പുറത്തോട്ട് ഡിവൈഡ് ചെയ്യാം. 96/3 ചെയ്യുമ്പോൾ 32 എന്ന് കിട്ടും. ഓക്കെ, അതൊന്ന് 2n-2 32 എന്ന് പറയുമ്പോൾ 2/5 ആണ്.
അത് 2നെ 5 പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് 32 കിട്ടുന്നത്. അതിൽ ഘടകക്രിയ ചെയ്ത് നോക്കുക കേട്ടല്ലോ. ഓക്കെ, 32 എന്ന് പറയുമ്പോൾ 2 5 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നതാണ്. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ് 32 കേട്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത് n-2 ഈക്വൽ ടു എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അത് n ഈക്വൽ ടു 5, ഈ -2 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? +2 ആവും. ആൻസർ 7 ആണ് കിട്ടേണ്ടത്. ഓക്കെ, എന്നാൽ ഇവിടെ ഓപ്ഷനിൽ ഒന്നുമില്ല, അപ്പൊ ഇവ ഒന്നും അല്ല, ഇതായിരിക്കും വരേണ്ടത്. ഓക്കെ, അപ്പോ അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഇവിടെ ഒന്നുകൂടെ പറയണം, നോക്കിയോ. അതായത് ഇവിടെ 2n ഉണ്ട്, 2n-2 ഉണ്ടെന്നല്ലോ. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമ്മൾ പുറത്തെടുക്കുന്നത് 2n-2 ആണ്. 2n-2 പുറത്തെടുക്കുക. ഓക്കെ, 2n-നെ പുറത്തെടുക്കാനായിട്ട് ഈ 2n നമുക്ക് എന്ത് ചെയ്യാം? 2n-2 ഇൻറ്റു 2n എന്ന് എഴുതാം കേട്ടോ. 2n-2 ഇൻറ്റു 2n എന്ന് എഴുതാം. ഇപ്പൊ 2n ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2n ആണെങ്കിൽ വേണമെങ്കിൽ 2n-3 ഇൻറ്റു 2n എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അതേപോലെ ഇവിടെ അപ്പുറത്തും n-2ന്റെ ടേം ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്തത്? 2n-2 ഇൻറ്റു 2n എന്ന് കൊടുത്തത്. മൈനസ് 2n-2 ഈക്വൽ ടു 96. ഇനി ഇവിടെ എന്ത് ചെയ്യുക? ഈ 2 ടേമുകൾ പുറത്തെടുക്കുക. 2n-2 പുറത്തെടുക്കുകയാണ്. ബാക്കി ഇവിടെ 2ന്റെ സ്ക്വയറിലുള്ളത് 2ന്റെ സ്ക്വയർ മൈനസ് ഇവിടെ നിന്നാണെങ്കിലോ ഇവിടെ നിന്ന് ആ ടൈം അതുപോലെ അങ്ങ് എടുത്തതല്ലോ. ബാക്കിയുടെ 1 വരെ ഓർമ്മിച്ചു വേണം. 1 വരും ഈക്വൽ ടു 96. ബാക്കി 2n-2 ഇൻറ്റു 2 സ്ക്വയർ 4 ആണ്. 4 മൈനസ് 1 എത്ര കിട്ടും? 3. അത് 2n-2 ഈക്വൽ ടു 96/3 എത്ര? 32 എന്ന് കിട്ടും വായിക്കുമ്പോൾ. അപ്പൊ 2n-2 എന്ന് പറയുമ്പോൾ 2 എത്രയാണ്? 5 ആണ്. 32 എന്ന് പറയുമ്പോൾ 2 5 ആണ്. അപ്പൊ n-2 ഈക്വൽ ടു എത്ര? 5. n ഈക്വൽ ടു 5 + 2 എത്ര? 7 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഇവ ഒന്നുമല്ല എന്നായിരിക്കും വരേണ്ട. അവിടെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ n-ന്റെ സ്ഥാനത്ത് 8 9 6 ഒക്കെ കൊടുത്ത് ചെയ്യാം. പറഞ്ഞല്ലോ, വലിയ ഉത്തരങ്ങൾ കിട്ടും. ഇപ്പൊ n-ന്റെ സ്ഥാനത്ത് 8 കൊടുക്കുകയാണെങ്കിൽ 2/8 മൈനസ് 2/8 -2 എത്ര? 6 കൊടുത്തു നോക്കുക. വാല്യൂ അറിയാമെങ്കിൽ അങ്ങനെ കൊടുത്ത് ചെയ്യാം. അപ്പൊ 2/8 എന്ന് പറയുമ്പോൾ എത്ര? 5 32 64 128 256 256 മൈനസ് 64 എന്ന് വരും കേട്ടല്ലോ. മൈനസ് ചെയ്യുമ്പോൾ 96 കിട്ടത്തില്ല. അതുപോലെ 9 കൊടുത്താലും അപ്പം വരത്തില്ല. ഓക്കെ, 6 കൊടുക്കുക. 6 കൊടുക്കുമ്പോൾ 2/6 മൈനസ് 2/4 2/6 എന്ന് പറയുമ്പോൾ 64 64 മൈനസ് 16. ഓക്കെ, അതും കിട്ടത്തില്ല. ഇതേപോലെ എന്ത് ചെയ്യാം? വേണമെങ്കിൽ ചെയ്ത് നോക്കാം, അതിന്റെ പവർ അറിയാമെങ്കിൽ കേട്ടല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ആൻസർ ഇവ ഒന്നും അല്ല എന്നാണ്. അടുത്ത ചോദ്യം ആൻസർ 4 ഓപ്ഷനിൽ ഇല്ല. ഓക്കെ, ഞാൻ ചെയ്യുന്നത് എങ്ങനെ പറഞ്ഞാൽ ഇവിടെ 1 +3 + 5 + 7 + എക്സെട്ര 101 വരെ ഉണ്ട് ആണല്ലോ. അതായത് 1 മുതൽ 101 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് ഇവിടെ ഉള്ളത് അല്ലേ? നോക്കി നോക്ക്, 1 തൊട്ട് 101 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് ഓപ്ഷനിലുള്ളത് ആണല്ലോ. ആ തുകയുടെ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോ നമുക്കറിയാം ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്താണ്? n² ആണ് ഇല്ലേ? നമ്മൾ പഠിക്കുന്നതല്ലേ? n² ആണ് ആണല്ലോ. ഒറ്റ സംഖ്യയുടെ തുക എന്ന് പറയുമ്പോൾ n² ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ റൂട്ടിനകത്തപ്പോ n² ആണ് വരേണ്ടത്. n² എന്ന് പറയുമ്പോൾ എത്ര? ആൻസർ n തന്നെ കിട്ടും. ഓക്കെ, അതായത് ഇവിടെ n എത്രടാ? ചാടിക്കയറി n-ന് ഇവിടെ 101 കൊടുക്കരുത്. ചിലപ്പോ അങ്ങനെ ആയിരിക്കും ആ ഓപ്ഷൻ 101 ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് 1 തൊട്ട് 101 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് കണ്ടുപിടിക്കണം. പറയണ്ട, അത് ചാടിക്കയറി n-ന് 101 ഒരിക്കലും കൊടുക്കരുത്. അതായത് 1 തൊട്ട് 101 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാൽ മതി? 1 കൂട്ടിയിട്ട് ലാസ്റ്റ് ഇട്ടാൽ ഉണ്ടല്ലോ, അതിന്റെ 1 കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. 102/2 എത്ര? 51 എന്ന് കിട്ടും കേട്ടോ. 51ാമത്തെ ഒറ്റ സംഖ്യയാണ് 101 കേട്ടോ. അപ്പൊ ഒറ്റ സംഖ്യ എണ്ണം കാണാൻ വേണ്ടി ലാസ്റ്റത്തിലൂടെ 1 കൂട്ടിയിട്ട് പാതി എടുത്താൽ മതി കേട്ടോ. അപ്പോ 51 ഒറ്റ സംഖ്യകളാണുള്ളത്. അപ്പൊ 1 മുതൽ തുടർച്ചയായ 51 ഒറ്റ സംഖ്യകളുടെ തുക
അതിന്റെ റൂട്ടാണ് ചോദിച്ചുള്ളത്. ഓക്കെ, അപ്പൊ 51 അവിടെ n അപ്പോ 51ആണല്ലോ. ഓക്കെ, അപ്പൊ 51 അപ്പൊ തുകയാണ് ചോദിക്കുന്നതെങ്കിൽ 51ന്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത്. കേട്ടോ, അപ്പൊ തുകയാണ് ചോദിക്കുന്നതെങ്കിൽ 51ന്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത്. ഇവിടെ ഇപ്പൊ റൂട്ട് അല്ലേ, അപ്പൊ റൂട്ട് വരുമ്പോ 51ന്റെ സ്ക്വയർ എടുത്തിട്ട് പിന്നെ റൂട്ട് എടുത്താൽ എന്തിനു കിട്ടും? 51നെ കിട്ടും. പറഞ്ഞോ, 1 തൊട്ട് 101 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക എന്ന് പറയുമ്പോൾ അവിടെ n 51 ആണ്. നമുക്ക് തുകയുടെ ഇക്വേഷൻ അറിയാം, n സ്ക്വയർ. അപ്പൊ 51ന്റെ സ്ക്വയർ വരണം ആണല്ലോ. അപ്പൊ റൂട്ട് എടുക്കുമ്പോൾ വീണ്ടും 51നെ കിട്ടും. ഓക്കെ, കേട്ടോ, അപ്പൊ ഒറ്റ സംഖ്യ തുക n സ്ക്വയർ ആണ്. ഇവിടെ റൂട്ട് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാ, n തന്നെ വരും ആൻസർ അവിടെ ആണല്ലോ. ഇവിടെ 1 തൊട്ട് 101 വരെ 51 ഒറ്റ സംഖ്യയുണ്ട്. അപ്പൊ അവിടെ ആൻസർ വരേണ്ട 51 ആണ്. ഓക്കെ, പക്ഷെ ഒരു ചിലപ്പോൾ മാറിയായിരിക്കും, അല്ലെ ചിലപ്പോൾ മനഃപൂർവ്വം ഇങ്ങനെ ഇട്ടതായിരിക്കാം നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആവാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ 51 വരേണ്ട കേട്ടല്ലോ ആൻസർ. ഓക്കെ, ഓർമ്മിച്ചോണേ. അടുത്തത് ഒരു പ്രസ്താവന രീതിയിലുള്ള ചോദ്യമാണ്. മാത്സിന്റെ ഭാഗത്തു നിന്നും പ്രസ്താവന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നതും SCERT ബേസ് ചെയ്ത് എന്ത് ചെയ്യാം, പ്രസ്താവന രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോരുക. പറയണ്ടല്ലോ, പുതിയ ടെക്സ്റ്റിലും പുതിയ ടെക്സ്റ്റിനെ പിന്നെ പഴയ ടെക്സ്റ്റിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് പോവുക. ഈ പ്രസ്താവന രീതിയിൽ ചോദ്യം വരാനുള്ള സാധ്യത ഇനി ഉണ്ട്. അതാണ് ഈ ചോദ്യം കാണിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയേത്? 1 മുതൽ 100 വരെ ആകെ 26 അഭാജ്യ സംഖ്യകളുണ്ട്, പൊട്ടത്തെറ്റ്. 1 മുതൽ 100 വരെ ആകെ 25 അഭാജ്യ സംഖ്യയാണ് ഉള്ളത് കേട്ടോ. 1 തൊട്ട് 100 വരെ ആകെ 25 അഭാജ്യ സംഖ്യകളാണ് ഉള്ളത്. പഠിക്കുന്ന കാര്യമാണ്. പിന്നെ 1 തൊട്ട് 50 വരാണെങ്കിലോ 15 എണ്ണം ഇല്ലേ, 1 തൊട്ട് 50 വരെ 15 എണ്ണം ഉണ്ട് കേട്ടോ, പഠിച്ചു വെച്ചിനെ. പിന്നെ അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ പോലും ഇല്ല, അതും പൊട്ടത്തെറ്റ്. അഭാജ്യ സംഖ്യയിലുള്ള ഒരേ ഒരു ഇരട്ട സംഖ്യയാണ് ഏത്? 2. നമ്മൾ പഠിക്കുന്നില്ലേ ആണല്ലോ, അഭാജ്യ സംഖ്യയിൽ ഒരു ഇരട്ട സംഖ്യ ഉണ്ട്, അത് ശരിയാണ്. ഏത്? 2. കേട്ടോ, അഭാജ്യ സംഖ്യയിലുള്ള ഒരേ ഒരു ഇരട്ട സംഖ്യ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന ചോദിച്ചാൽ എന്താണ്? 2 ആണ് ആണല്ലോ, നമുക്കറിയാം. അപ്പോ രണ്ടാമത്തെ പ്രസ്താവനയും നാലാമത്തവും ശരിയാണ്. 2ഉം 4ഉം ശരിയാണ്. ഓക്കെ, കിട്ടുകടാ. അപ്പോ ഓപ്ഷൻ സി ആണ് വരേണ്ടത് കേട്ടോ. അടുത്ത ചോദ്യം ലാസ്റ്റത്തെയാണ്. 3, 9, 5 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക അതിനടുത്ത 30 പദങ്ങളുടെ തുക എന്ന് കുറച്ചാൽ എത്ര കിട്ടുന്നതാണ്? അതായത് ഈ മോഡൽ ചോദ്യം ഇതിന് മുമ്പ് നമ്പേഴ്സ് മാറ്റിയാക്കിയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടല്ലോ. അതേപോലെ SCERT-യിൽ നമ്മുടെ 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ ഇതേ മോഡലിൽ ചോദ്യമുണ്ട്. അവിടെ 40 പദങ്ങളുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അവിടെ 40 പദങ്ങളുടെ തുക വെച്ചാണ് ചോദിച്ചിട്ടുണ്ടായത് ക്വസ്റ്റ്യനിൽ. അപ്പൊ ഇവിടെ 30 പദങ്ങളുടെയാണ്. പക്ഷെ ഇവിടെയും ആൻസർ ഇല്ല കേട്ടോ, ആൻസർ ഇല്ല, ഓർമ്മിച്ചോണം. ഇവിടെ നമുക്ക് 3, 9, 15 എന്ന ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക അതിനടുത്ത 30 പദങ്ങളുടെ തുക എന്ന് കുറച്ചാൽ എത്ര കിട്ടും? അതായത് 30 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 30 പദങ്ങളുടെ തുക എന്നായിരുന്നു മുമ്പ് ചോദിച്ചുകൊണ്ടിരുന്നത് കേട്ടല്ലോ. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്. ആദ്യത്തെ 30 പദങ്ങളുടെ തുക അതിനടുത്ത 30 പദങ്ങളുടെ തുക എന്ന് കുറച്ചാൽ എത്ര കിട്ടും? അവിടെ വ്യത്യാസമാണ് നോക്കേണ്ടത്. ഓക്കെ, അതിനാണ് ഒരു ഇക്വേഷൻ പഠിച്ച് വെച്ചിരിക്കുക, n² × d കേട്ടോ. അല്ല തുകയെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ചെയ്യാന്ന് കഴിഞ്ഞാൽ വളരെ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാം, n² × d ഈ ഇക്വേഷൻ പഠിച്ചാൽ വെച്ചിരിക്കാം. n എന്ന് പറയുമ്പോൾ 30, 30ന്റെ സ്ക്വയർ ഇൻറ്റു d എത്ര? ഇവിടുത്തെ പൊതു വ്യത്യാസം 6 അല്ലേ, 6. 30ന്റെ സ്ക്വയർ 900 ഇൻറ്റു 6 ഇൻറ്റു 57, 9, 54, 2, 0. 5400 വരേണ്ടത്. പക്ഷെ ഇവിടെ 54,000 ഒക്കെയാണ് കിടക്കുന്നത്. എന്തർത്ഥത്തിലാണ് ഇട്ടതെന്നൊന്നും അറിയത്തില്ല. ഓക്കെ, 5400 വരേണ്ടത് എന്തായാലും കേട്ടല്ലോ, ഓർമ്മിച്ചോണേ. അപ്പൊ ആദ്യത്തെ 30 പദങ്ങളുടെ തുക അതിനടുത്ത 30 പദങ്ങളുടെ തുക എന്ന് കുറച്ചാൽ എത്ര കിട്ടും എന്ന് ചോദിച്ചാൽ n² × d ചെയ്യാം കേട്ടല്ലോ. അവിടെ n സെയിം ആയിരിക്കും. ആദ്യത്തെ 30, അടുത്ത 30, ആദ്യത്തെ 40, അടുത്ത 40, ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതിന് മുകളിൽ ചോദ്യം പഠിച്ചു വെച്ച് കൃത്യമായിട്ട് മുമ്പൊക്കെ ചോദിച്ചുകൊണ്ട് കേട്ടല്ലോ. അപ്പൊ SCERT ബേസ് ചെയ്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോരുക. അപ്പോൾ സ്ഥിരം SCERT ചോദ്യങ്ങളാണ് കൂടുതലും കയറി വരുന്നത് കേട്ടല്ലോ. അപ്പോൾ ഇത്രയാണ് 10 ചോദ്യങ്ങൾ. ഇനി PSC പ്രൊഫഷണൽ കീക്കും ഫൈനൽ കീ വരുമ്പോൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോ വീഡിയോ കാണുന്നതിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
കമന്റ് ബോക്സിൽ ഇടാം. അല്ലെങ്കിൽ ലെൻ ഫോർ പി എസ് എന്ന ടെലഗ്രാം ചാനൽ എന്ത് ചെയ്യാം ജോയിൻ ചെയ്തിട്ട് ഇത് മാത്സുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആ ടെലഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടല്ലോ. ലെൻ ഫോർ പി എസ് എന്നതിനാണ് ടെലഗ്രാം എന്ത് ചെയ്യുക സെർച്ച് ചെയ്ത് നോക്കുക കേട്ടല്ലോ. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്സുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അതിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും എന്ത് ചെയ്യുക ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് എന്ത് ചെയ്യുക ഉറപ്പായിട്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ.